പണ്ട് ഒരു ക്ഷേത്രത്തിന് സമീപം ഗോപാലൻ എന്നൊരു പാവപ്പെട്ട ചുമട്ടുതൊഴിലാളി ഉണ്ടായിരുന്നു. കഠിനമായ ജോലി കഴിഞ്ഞു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത്. എങ്കിലും ക്ഷേത്രത്തിന് മുന്നിലൂടെ പോകുമ്പോൾ കൈകൂപ്പി "കൃഷ്ണ, എല്ലാം നിന്റെ ഇഷ്ടം" എന്ന് പറയാൻ അദ്ദേഹം മറക്കാറില്ലായിരുന്നു. ഒരിക്കൽ നഗരത്തിൽ വലിയ മഴ പെയ്തു. ആർക്കും ജോലിയൊന്നുമില്ല. ഗോപാലന്റെ വീട്ടിൽ അടുപ്പ് പുകയാതായി. മക്കൾ വിശന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഗോപാലൻ സങ്കടത്തോടെ ക്ഷേത്രനടയിൽ ചെന്ന് നിന്നു. "ഭഗവാനെ, എനിക്ക് നിധിയൊന്നും വേണ്ട. എൻ്റെ മക്കളുടെ വിശപ്പടക്കാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണമേ" എന്ന് അദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് ഗോപാലൻ പുറത്തിറങ്ങി. അവിടെ മനോഹരമായ കണ്ണുകളുള്ള ഒരു ബാലൻ നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ പൊതിയുണ്ടായിരുന്നു. "ഇതെന്താണ് കുട്ടി?" ഗോപാലൻ അത്ഭുതത്തോടെ ചോദിച്ചു. ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇത് ഈ ഗ്രാമത്തിലെ വലിയ വ്യാപാരി തന്നതാണ്. ഇന്ന് പകൽ മുഴുവൻ മഴയത്ത് നിങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തില്ലേ? അദ്ദേഹം ഇത് ഇവിടെ എത്തിക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചതാണ്." ഗോപാലൻ ആശ്ചര്യത്തോടെ ആ പൊതി വാങ്ങി അകത്തുപോയി നോക്കിയപ്പോൾ അതിൽ നിറയെ അരിയും പച്ചക്കറികളും മധുര പലഹാരങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ആ കുടുംബം വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസം ഗോപാലൻ നന്ദി പറയാനായി ആ വ്യാപാരിയുടെ അടുത്തെത്തി. പക്ഷേ വ്യാപാരി അത്ഭുതപ്പെട്ടു. "ഗോപാല, ഇന്നലെ മഴയായതുകൊണ്ട് ഞാൻ കട തുറന്നിരുന്നില്ല. പക്ഷേ ഉച്ചയായപ്പോൾ നിന്നെപ്പോലെ തോന്നിക്കുന്ന ഒരാൾ വന്ന് എൻ്റെ ഗോഡൌണിൽ കെട്ടിക്കിടന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു. കൂലി കൊടുത്തപ്പോൾ നിന്റെ പേരും പറഞ്ഞ് സാധനങ്ങൾ നിന്റെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞു. നീ വന്നില്ലെങ്കിൽ പിന്നെ അതാരായിരുന്നു?" സത്യം തിരിച്ചറിഞ്ഞ ഗോപാലന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ ഭക്തൻ പട്ടിണി കിടക്കുന്നത് കാണാൻ വയ്യാതെ ഗോപാലന്റെ വേഷം കെട്ടി ആ പണികളെല്ലാം തീർത്ത് ഒരു ബാലന്റെ രൂപത്തിൽ ഭക്ഷണം എത്തിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. ലോകത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന ഭഗവാൻ തന്റെ ഭക്തന്റെ ഭാരം ഏറ്റെടുക്കാൻ ഒരിക്കലും മടിക്കില്ല. നാം വിളിക്കേണ്ട താമസം മാത്രം അവൻ കൂടെയുണ്ടാകും.